ഇങ്ങോട്ട് വന്നപ്പോൾ കുറച്ചൊരു സൗണ്ടൊക്കെ കുറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഒരു ഷോപ്പിംഗ് ഏരിയ ആയിട്ട് ഫ്രൂട്ട്സും ഇതുമായിട്ട് കാണിച്ചത്. ഇവിടെ ഉണ്ട് മുതലുണ്ട്. മുതല ഇതെന്താണ്? ഒരു ആട്ടിച്ചക്ക. ഞാനെല്ലാം തെറ്റിദ്ധരിച്ചു. ഇത്രയേ ഉള്ളൂ. ഇതൊരു ആട്ടിച്ചക്ക അങ്ങനെ എന്തോ ആണ്. ഞാൻ ഫസ്റ്റ് ഇത് കണ്ടപ്പോൾ മുതലയുടെ ചക്ക എന്താ നമ്മുടെ ചക്ക ഇരിക്കണുണ്ടോ? ചക്ക മാതളം മണിയായിട്ടിരിക്കും. നല്ല റേറ്റ് ആയിരിക്കും. ഇതിത്രേ ഉള്ളൂ. ഇത് മൊത്തം ഫ്രൂട്ട്സിൻ്റെ ആണ്. ഫ്രൂട്ട്സും ഐസ്ക്രീമും അങ്ങനെയാണ്. മറ്റേ ആലുവിലീസ് ഐറ്റംസ് ഒന്നുമില്ല. അവ എണീറ്റ് നോക്ക്. സ്കെലിട്ടൺ അല്ലേ ഇത് ഒരിക്കണേ? അതിൽ ഏതിൻ്റെ ഇങ്ങനെ ഇരിക്കും അല്ലേ? മുതൽ ഇളക്കിയല്ലേ? ചക്ക എന്തോ വെച്ചിരിക്കും പോലെയാണ് അതിന് നോക്ക്. അമ്മ പോവാമോ നോക്ക് അങ്ങോട്ട്? നീയാണോ തൊട്ടത്? ഞാൻ പേടിച്ചു. അയ്യോ പോ. ബൈ പറയൂ. ബൈ ബൈ. അവര് വന്ന് എടുക്കാൻ നോക്കണം. ആ പാമ്പൊക്കെ കയ്യിലെടുത്തിട്ട് അവൻ പാമ്പിനെ ശ്രദ്ധിച്ച് കാണൂലേ? അവര് വായായിരിക്കും നോക്കിക്കൊണ്ടിരുന്നത്. തീർന്നല്ലേ വാക്കിംഗ് സ്ട്രീറ്റിൻ്റെ? എവിടെയോ എത്തി കഴിഞ്ഞു. ഞാൻ കണ്ട വാക്കിംഗ് സ്ട്രീറ്റ് അല്ല, വീഡിയോസിൽ കണ്ട വാക്കിംഗ് സ്ട്രീറ്റ് എന്ന് വെച്ചാൽ ഈ മുതലേ ഇതുമെല്ലാം ഫ്രൈ ചെയ്യുന്നതും അങ്ങനെയൊക്കെയാണ് കൂടുതലും വീഡിയോസ് കണ്ടിട്ടുള്ളത്. പക്ഷേ ഇവിടെ അത് കുറച്ചേ ഉള്ളൂ. ഇന്ത്യൻ റെസ്റ്റോറൻറ്റിൽ കയറി ഫുഡുണ്ട്. തവ റൊട്ടി, ബട്ടർ ചിക്കൻ, കുഴപ്പമില്ല. അവിടുത്തെ അതേ ടേസ്റ്റ് ഒക്കെ ഉണ്ട്. നമ്മൾ ഫുഡ് കഴിച്ചിട്ട് അവിടെ ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ താമസിക്കുന്നതിൻ്റെ അവിടെ ആ ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റേ ഉള്ളൂ. അങ്ങോട്ടൊക്കെ നടന്നിട്ടൊന്നും കണ്ടില്ല. അപ്പോൾ ഇവിടെ കയറിയപ്പോൾ ഫുഡ് കൊള്ളാം. പക്ഷെ ഒരു മനുഷ്യർ പോലും വേറെ ആരും ഇല്ല. അങ്ങനെ ആ ഏരിയയിൽ ഇന്ത്യൻ ആൾക്കാരൊന്നും ഇല്ലായിരിക്കും. പിന്നെ നമ്മൾ ഇങ്ങോട്ട് ഒരു റൂട്ട് നടക്കണം. ഇവിടെ ആരും ഇല്ല. പ്രത്യേകിച്ച് ഇവിടെ വീടുകളൊന്നും അങ്ങനെയൊന്നും കാണാനില്ല. വീടുകളുണ്ട്. ഫ്ലാറ്റ് ടൈപ്പ്, അപ്പാർട്ട്മെൻറ്റ് ടൈപ്പൊക്കെ ഉണ്ട്. അത് അങ്ങോട്ട് എന്തോ ലൈറ്റൊക്കെ കണ്ടു എന്ന് പറഞ്ഞു ശ്രീ. അപ്പോൾ അവിടെ എന്തോ ഉണ്ടെന്ന് പ്രതീക്ഷിച്ച് നടക്കുകയാണ്. ആണ് ആ ലൈറ്റുള്ള പ്ലേസ്. കുറച്ച് അകത്തോട്ട് വന്നപ്പോൾ ഏത് ഏരിയ എന്നൊന്നും എനിക്ക് പറയാനൊന്നും അറിഞ്ഞില്ല. അകത്തോട്ട് വന്നപ്പം കുറച്ച് കടകളായിട്ടൊക്കെ അങ്ങോട്ട് കാണാം. ഒരു ജംഗ്ഷൻ പോലെ ഇരിക്കുന്നുണ്ട്. അയ്യോ അയ്യോ. ആക്ച്വലി നമ്മൾ ഏജൻസി വഴിയൊക്കെ വന്നിരുന്നെങ്കിൽ നമ്മൾ ഇങ്ങനെയൊന്നും നടക്കൂല. ഇറക്കി ആ ഓരോ സ്പോട്ട്, ടൂറിസ്റ്റ് സ്പോട്ട് കറക്റ്റായിട്ട് കവർ ചെയ്ത് വലിയ പ്രശ്നമൊന്നുമില്ലാതെ കഷ്ടപ്പാടൊന്നുമില്ലാതെ കഴിയും. പക്ഷേ കുറച്ചുകൂടെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയത് ഇങ്ങനെ നമ്മൾ വന്നതുകൊണ്ടാണ്.
നമ്മുടെ ഇഷ്ടത്തിന് സ്ഥലങ്ങൾക്ക് പോകാം, പഠിക്കുന്നുണ്ട്. അപ്പോൾ ഇത് കുറച്ച് നല്ലൊരു ഓപ്ഷനാണ് ഇങ്ങനെ വരുന്നത്. പൈസയും കുറച്ചൊക്കെ നമുക്ക് മറ്റേതിനേക്കാളും ലാഭിക്കാം. ഇവിടെ ചെരുപ്പ് കടയൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. ഇവിടെ യുവിയുടെ ചെരുപ്പ്, യുവിക്ക് ചെരുപ്പില്ലാതെയാണ് ഇവിടെ തായ്ലാൻഡ് ചുറ്റിക്കൊണ്ട് നടക്കുന്നത്. ഇവിടെ പക്ഷെ കുഞ്ഞുങ്ങളുടെ ടൈപ്പ് സൈസ് ഉണ്ടാവുമെന്ന് സംശയമാണ്. ഡ്രസ്സും ചെരുപ്പും എന്തായാലും റേറ്റൊക്കെ ഒന്ന് ചോദിച്ചു നോക്കാം. ഇതുവരെ ഷോപ്പിംഗ് ആയിട്ട് നമ്മളൊന്നും കയറി നോക്കിയില്ല. ഓക്കെ, നോക്കട്ടെ. വലിയ ചെറുതുണ്ട്, ചെറുതല്ലേ അവ ഇട്ടിരുന്ന അതേപോലത്തെ. യുവി നിനക്ക് ചെരുപ്പാകും. കടയിൽ ആരും ഇല്ലല്ലോ. അങ്ങോട്ടും ഇങ്ങോട്ട് നടന്നു നോക്കാം. ഇത് കണ്ടല്ല, ഇത് വേറെ കട. റേറ്റൊക്കെ ചോദിച്ചു നോക്കാം. ഡ്രസ്സ് ഉണ്ടാവും, പ്യൂർ വൈറ്റിൻ്റെ കുറേ കളക്ഷൻസ്. ചെറുത് ഇതത്ര രസമില്ല. കുഴപ്പമില്ല. ഇവിടെ സ്വീറ്റ്സ് ഷോപ്പാണ്. അവിടെ നിന്ന് നോക്കും പോലെ അല്ല കേട്ടോ, ഇവിടെ ഒരു വേറൊരു ഏരിയ ആയിട്ട് മാറിയണ്ടാ. ഇത്രയും ഷോപ്പ് ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. ബാർ സെറ്റപ്പ് ഉണ്ട് കേട്ടോ, വിസ്കി ബ്രാൻഡ്. തായ്ലൻഡ് സ്പെഷ്യൽ ഇതാ ഇവിടെ ആയിരിക്കും കേട്ടോ. തായ്ലൻഡ് സ്പെഷ്യൽ ഐറ്റംസ് ഈ തടിയിലൊക്കെ ഉണ്ടാക്കുന്നതും അങ്ങനത്തെയൊക്കെയാണ്. അത് ബാങ്കോക്കിൽ പോയിട്ട് അല്ലെങ്കിൽ നോക്കാം, അങ്ങനത്തെ അല്ലേ. സമയം 11 മണി. എത്ര മണി? 11 മണിയൊക്കെ ആവും. ഇപ്പോഴും ആൾക്കാരുണ്ട്. ഒന്ന് വിൽക്കണ്ടേ, അവരവിടെ നിന്ന് എണീക്കണില്ലല്ലോ. കണ്ടാ, അല്ല അത് വലുതായിരിക്കും. എന്താ ഷോപ്പിൽ കസ്റ്റമർ വന്ന് നിൽക്കുന്ന മൈൻഡ് പോലും ചെയ്യണം. അവിടെയൊക്കെ ആയിരിക്കണം 3 എണ്ണം 10 രൂപ 4 എണ്ണം 10 രൂപ എന്ന് ബാക്കിൽ കിടന്ന് കളിച്ച്. വീട്ടിലുള്ള ആൾക്കാരെന്തോ അവന് മാമാന്ന് വിളിക്കാൻ വയ്യ. അവിടെ ഉള്ള ആരെയൊക്കെ ആരെങ്കിലും ഉണ്ടോന്ന് ചോദിച്ചടാ. ഇത് ഇതൊക്കെ ഒരു പഴകിയ ഒരു ഇവിടെ, പക്ഷെ അവൻ്റെ സൈസിലുണ്ട്. എടുക്കരുത് യുബി, അവിടെ ഇരിക്കും. ഇല്ല, ഞങ്ങൾ ഈ ചെരുപ്പ് യുവിക്ക് വാങ്ങിച്ചു. അപ്പോൾ 200 ബാറ്റ് എന്നാണ് പറഞ്ഞത്. ഡിസ്കൗണ്ട് തരുമോ എന്ന് ഗൂഗിൾ ട്രാൻസ്ലേറ്റർ യൂസ് ചെയ്താണ് ചോദിക്കുന്നത്. ബാർഗെയിനിങ് ചെയ്യുകയാണ്, പക്ഷെ അവർ പറഞ്ഞു ഓൾറെഡി ഡിസ്കൗണ്ടഡ് ആണ്. ഒപ്പിച്ച് ഡേ ഒന്ന് വാങ്ങിച്ചു. യുവിക്ക് തായ്ലൻഡിൽ നിന്ന് നമ്മൾ ഫസ്റ്റായിട്ട് ഒരു സാധനം വാങ്ങിച്ചത്. ചെരുപ്പ് കളഞ്ഞതുകൊണ്ട് യുവിക്കൊരു ചെരുപ്പ് കിട്ടി. ആ റെഡ് കളർ അത് അതിൽ കൂടെ ഉള്ളത് അല്ലേ? ഓ ഇഷ്ടപ്പെട്ട യുവി? ചപ്പൽ ഇഷ്ടപ്പെട്ട? അയ്യേ, ആ മതി മതി മതി, ഇതൊന്നും വേണ്ട, വാ 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 നമുക്ക് പോവാം. അയ്യോ കട്ട് ക്വാളിറ്റി ഇല്ല അല്ലേ? നമ്മൾ പ്ലാറ്റ്ഫോമിലൊക്കെ അവിടെ വാങ്ങൂലേ, അതുപോലത്തെ ക്വാളിറ്റി പ്രതീക്ഷിച്ചാൽ മതി.
എന്ത് വെള്ളം? എവിടെ വെള്ളം? അത് വെള്ളമല്ല, അത് ബിയറോ എന്തോ ആണ് കേട്ടാ. അത് വെള്ളമല്ല, ആ വെള്ളമില്ല, അത് വെള്ളമില്ല. അയ്യോ, നമ്മൾ അവിടെയൊക്കെ പോയിട്ട് റൂമിലോട്ട് വന്നിട്ട് അവൻ അവിടെ നിന്നൊന്നും കഴിച്ചില്ല. അപ്പം ഞാൻ ജോവർ പൊടിച്ചു കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, മില്ലറ്റ്സിൻ്റെ. അപ്പോൾ ജോവറും അങ്ങനെ ചുമ്മാ കുറുക്കി ചെറുതായിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനത് കാണിക്കാൻ വന്നത് ഇങ്ങനെ ഒരു സാധനം. ഇത് ആമസോണിൽ നിന്നാണ് ഞാൻ വാങ്ങിച്ചത്. നമ്മൾ കുറേ 3 ഇതായിട്ട് കണ്ടെയ്നർ. ഇത് അത് കളിപ്പാട്ടമല്ല. ഓ എനിക്ക് വയ്യ. ഇത് കൊണ്ട് വയ്ക്കോ. ഇത് 3 ഇത്തിരി ഇത് 3 സെക്ഷനായിട്ട് കണ്ടെയ്നേഴ്സായിട്ട് എന്തെങ്കിലും ഫുഡ് കൊണ്ടുപോകാനും ഒക്കെ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ഇതിലാണ് നട്ട്സ് പൗഡർ പിന്നെ അങ്ങനെ പൗഡറായിട്ട് 3 ഇതിൽ ഓട്സ് പൗഡർ, അവൽ പൊടിച്ചതും ഒക്കെ ആയിട്ട് കൊണ്ടുവന്നത്, ഇവന് വേണ്ടിയിട്ട് കൊണ്ടുവന്നത്. പക്ഷേ ഇതെല്ലാം ഫ്ലൈറ്റിൽ വന്ന സമയത്ത് പുറത്തോട്ടൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് അത്ര നല്ല ടൈപ്പല്ല. വേസ്റ്റായിട്ട് ട്രാവലിംഗ് ചെയ്യുമ്പോൾ അത്ര പോരാ. മീമി എന്ന് പറയുന്ന ബ്രാൻഡ്. ഇത് കാണിക്കാനാണ് ഞാൻ വിളിച്ചത്. അപ്പോൾ സമയം വന്നിട്ട് ഇവിടെ 12 മണിയൊക്കെ ആയി. നമ്മളവിടെ ഇപ്പോൾ ഒരു 10:45 ആയി കാണും. 1.5 മണിക്കൂർ ഡിഫറൻസാണ്. കൊടുത്തിട്ട് നമ്മൾ അടുത്ത് കിടന്ന് ഉറങ്ങും. നാളെ ഇവിടുന്ന് ചെക്ക് ഔട്ട് ടൈം വന്നിട്ട് 12 മണിയാണ്. അവിടുത്തെ ചെക്ക് ഇൻ ടൈം, ബാങ്കോക്കിലുള്ള ഹോട്ടലിൻ്റെ ചെക്ക് ഇൻ ടൈം വന്നിട്ട് 2 മണി. അപ്പോൾ രാവിലെ ഇവിടെ എവിടെയെങ്കിലും പോകണത് നടക്കുമെന്ന് തോന്നുന്നില്ല. അതൊക്കെ എണീറ്റിട്ട് ബസ്സിൽ പോകാമെന്നാണ്. ഇവിടുന്ന് ക്യാബ് ബുക്ക് ചെയ്തിട്ട് ഒരു ബസ് സ്റ്റോപ്പ് ഉണ്ട്, അവിടെ പോകുമ്പോൾ ബസ്സുണ്ട് ബാങ്കോക്കിലോട്ട്. അതാണ് കുറച്ച് അഫോർഡബിൾ ആയിട്ടുള്ളത്. കുഴപ്പമില്ല, നല്ല സൗകര്യമൊക്കെ ഉണ്ട്. ഇങ്ങോട്ട് വന്ന വീഡിയോയിൽ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. നല്ല ബുക്ക് ചെയ്യും പോലെയാണ് ആ സീറ്റിൽ റിസർവ്ഡ് ചെയ്യുന്ന ആ ടൈപ്പ്. ഓക്കെ, അപ്പോൾ നാളത്തെ വീഡിയോയിൽ കാണാം. നാളെ ഇനിയുള്ളത് ബാങ്കോക്കിലുള്ള വിശേഷങ്ങളായിരിക്കും.